നമസ്കാരം. ചെങ്കടലിൽ അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ആക്രമണത്തിൽ കപ്പൽ പൂർണ്ണമായി മുങ്ങിയെങ്കിലും അതിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 14 നാവികരെയും യമൻ തീരത്തെ ഗാർഡ് അടിയന്തരമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇവരെ യമനിലെ മൊഖ തുറമുഖത്ത് എത്തിക്കുകയും ചെയ്തു. MSV ഫയേസ് നൂർ ഒലിയ എന്ന ഇന്ത്യൻ പതാക ഘടിപ്പിച്ച കപ്പലിനു നേരെയാണ് യമൻ തീരത്തിന് സമീപത്ത് വെച്ച് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന കാര്യം വ്യക്തമായിട്ടില്ല എങ്കിലും നിരായുധരായ സാധാരണക്കാരുടെ വാണിജ്യ കപ്പലിനു നേരെ നടന്നത് യാതൊരു ന്യായീകരണവുമില്ലാത്ത ആക്രമണമാണെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു. ഗാർഡ്സ് ഓഫ് ദി റിപ്പബ്ലിക് എന്നുകൂടി അറിയപ്പെടുന്ന യമനിൻ നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സ്, കോസ്റ്റ് ഗാർഡും നാവികസേന വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ നീക്കത്തിലൂടെയാണ് നാവികരെ രക്ഷപ്പെടുത്തിയതെന്നാണ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ ഹുതി വിഭാഗമാണ് എന്നും അവർ കുറ്റപ്പെടുത്തുന്നു. സംഭവത്തെ തുടർന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയവും ശക്തമായ ഭാഷയിലാണ് പ്രതികരണം രേഖപ്പെടുത്തിയത്. പ്രത്യാക്രമണം നടത്താൻ ശേഷിയില്ലാത്തതും സാധാരണക്കാർ സഞ്ചരിക്കുന്നതുമായ ഒരു കപ്പലിനു നേരെ ഉണ്ടായ ആക്രമണത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു. ചെങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കപ്പൽ ഗതാഗതത്തിനും അന്താരാഷ്ട്ര വ്യാപാരത്തിനും വലിയ ഭീഷണിയാവുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിൽ ഭയരഹിതമായും സുരക്ഷിതമായും കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉടൻ പുനഃസ്ഥാപിക്കണം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോണോവാൾ വ്യക്തമാക്കുന്നു. 14 ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ സാധിച്ചതിൽ വലിയ ആശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മേഖലയിലുള്ള എല്ലാ ഇന്ത്യൻ നാവികരെയും സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്നതിനും രക്ഷപ്പെടുത്തിയ ജീവനക്കാർക്ക് ആവശ്യമായ വൈദ്യസഹായവും താമസ സൗകര്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും ഡയറക്ടർ ജനറൽ മാരിടൈം അഡ്മിനിസ്ട്രേറ്റർ മന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ റിയാദിലുള്ള ഇന്ത്യൻ എംബസി യമൻ പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ജീവനക്കാരുടെ തുടർ സുരക്ഷയും നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എംബസി നേരിട്ട് ഏകോപിപ്പിക്കും. കപ്പലിലുണ്ടായിരുന്ന നാവികരെ ഉടനടി രക്ഷപ്പെടുത്തി യമൻ കോസ്റ്റ് ഗാർഡും പ്രാദേശിക അധികൃതരും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. കപ്പലിന് നേരെ നടന്ന പ്രകോപനമില്ലാത്ത ആക്രമണത്തെ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി എന്തായാലും ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയാണ് തങ്ങൾക്ക് എപ്പോഴും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. ചെങ്കടലിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് നേരെ നിരന്തരം ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇന്ത്യ കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. റിയാദിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ, അതായത് ഈ ആക്രമണ കാര്യത്തിൽ യമൻ അധികൃതരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ജീവനക്കാരെ വേഗത്തിൽ രക്ഷപ്പെടുത്തിയ യമൻ ഭരണകൂടത്തിനും കോസ്റ്റ് ഗാർഡിനും ഇന്ത്യ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതായാലും മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്നതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിന് സമീപം മറ്റൊരു ലൈബീരിയൻ ചരക്ക് കപ്പലിനു നേരെ സമാനമായ ആക്രമണം നടന്നിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അന്താരാഷ്ട്ര നാവിക പാതകളിലെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് ദിനംപ്രതി വർദ്ധിപ്പിക്കുന്നത്.